കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ് പ്രവർത്തനം തുടങ്ങി. ദന്തൽ യൂണിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 43 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഇതിനായി വാങ്ങിയത്. സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. സ്ഥിരമായി പല്ലുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ് പ്രവർത്തനം തുടങ്ങി. ദന്തൽ യൂണിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 43 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് പുതിയതായി ഇതിനായി വാങ്ങിയത്. സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ഥിരമായി പല്ലുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. വളരെ വേഗത്തിലും കൃത്യതയോടെയും ഒരേ സമയം ഒട്ടേറെ പേർക്ക് സേവനം നൽകാമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷിണ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യമായാണ് ഡിജിറ്റൽ സെറാമിക് സംവിധാനം ഉണ്ടാക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിക്കുന്നു. 2 മാസത്തിനകം വെച്ച് തന്നെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇപ്പോഴുള്ള പരിമിതമായ സൗകര്യങ്ങൾ നമുക്ക് മാറ്റി ഒരു പുതിയ ഹോസ്പിറ്റലായിട്ട് ഉടൻ തന്നെ ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം നമുക്ക് തുടങ്ങാൻ. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡിജിറ്റൽ ലാബ്. 43 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യത്തോടുകൂടി കേരളത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിന് ആദ്യമായിട്ട് ഈ തെക്കൻ കേരളത്തിൽ തന്നെ ദന്തൽ കോളേജുകൾക്ക് പോലും ഇല്ലാത്ത സൗകര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ആധുനിക രീതിയിൽ ഡിജിറ്റൽ ദന്തൽ ലാബ് തുടങ്ങിയിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം, സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ഇന്ദുലേഖ, ഡോക്ടർ പി മീന, റജി ഫോട്ടോ പാർക്ക്, മഹേഷ് ജയരാജ്, എം ശോഭന, വാർഡ് കൗൺസിലർ രമ്യ സുനിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ്, ദന്തൽ വിഭാഗം ഡോക്ടർ ആസാദ്, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് ശരിക്കും നമ്മുടെ ദന്തൽ വിഭാഗത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഇത് കുറച്ചുകൂടി ഒരുപാട് വലിയ രീതിയിൽ നടത്തേണ്ട ഒരു ചടങ്ങാണ്. സമയക്കുറവുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തുന്നത്. ഒരു ദന്തൽ വിഭാഗത്തിൽ ഒരു സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു നൂതനമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലാബ് പ്രവർത്തനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.